ഹലോ വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഇറ്റ്സ് മീ സിറാജ് കെ സി. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റിലെ പേപ്പർ 1 കറണ്ട് അഫയേഴ്സുമായിട്ടാണ്. നമുക്കറിയാം സെറ്റിൽ 2 പേപ്പേഴ്സാണുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ആ ജനറൽ നോളജിൽ വരുന്ന കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫെബ്രുവരി 2 നമ്മൾ ഡേറ്റ് കാണുന്നത്. ചിലപ്പോൾ അന്ന് തന്നെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ അന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ 2024 ഒളിമ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കിക്കേ. 2024 ഒളിമ്പിക്സ് പാരീസിലാണ് നടന്നത്. ഓക്കെ, പാരീസിലാണ് ഒളിമ്പിക്സ് നടന്നത്. അതിൽ മെഡൽ നോക്കിക്കേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US ആണ് 126 മെഡലുമായിട്ട് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. US 126 മെഡലുമായിട്ട് ഫസ്റ്റ് ആണ്. അതേപോലെ തന്നെ ചൈനയാണ് സെക്കൻഡ് വരുന്നത്, 91 മെഡലാണുള്ളത്. തേർഡ് ജപ്പാനാണ്, 45 മെഡൽസ് ആണുള്ളത്. ഫോർത്ത് ഓസ്ട്രേലിയ ആണ്, അത് 53 ആണ്. നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത് 71 അല്ലേ, 71ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. 6 മെഡൽസ് ആണ് നമുക്ക് ഇന്ത്യക്കുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ആ 6 മെഡൽ എന്തിലേക്കാണ് നമുക്ക് അറിയണ്ടേ? ആ 6 മെഡൽസ് ആണ്. ഒന്ന് അത്ലറ്റിക്സിലാണ്. അത്ലറ്റിക്സിൽ നീരജ് ചോപ്ര സിൽവർ ആണ് നമുക്ക് നേടി തന്നിരിക്കുന്നത് കേട്ടോ. അത്ലറ്റിക്സിൽ സിൽവർ മെഡൽ ഉണ്ട്, ബാക്കി 5 ബ്രോൺസ് ആണ്. ഷൂട്ടിങ്ങിൽ 3 ബ്രോൺസ്, ഹോക്കിയിൽ 1 ബ്രോൺസ്, അതേപോലെ തന്നെ റെസ്ലിംഗിൽ 1 ബ്രോൺസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സംഭാവന എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടോട്ടൽ 6 മെഡൽസ് ആണ്, 1 സിൽവറും 5 ബ്രോൺസും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി മെഡൽസ് വെർ വോൺ ബൈ ഇന്ത്യ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡൽസ് നേടി എന്നുള്ളതാണ്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 9. എത്രയാണ്? ഓപ്ഷൻ ബി 6 ആണ് അല്ലേ. ഓപ്ഷൻ ബി 6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നോക്കിക്കേ, 33ാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആയിരുന്നു പാരീസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അത് എൻഡ് ചെയ്ത് ആഗസ്റ്റ് 11, 2024 എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യ 6 മെഡലുമായിട്ട് 71ാമത്തെ പൊസിഷനിലാണുള്ളത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഒളിമ്പിക്സ് 2028 ഒളിമ്പിക്സ് വരുന്നത് ലോസ് ആഞ്ചലസ് USA അതേപോലെ തന്നെ ഇന്ത്യയിൽ 117 മെമ്പേഴ്സ് ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അതിൽ നമുക്ക് 6 മെഡൽ നമുക്ക് നേടാനായിട്ടുണ്ട്. അതിൽ മനു ബേക്കർ ബ്രോൺസ്, 2 ഇവൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മനു ബേക്കർ ബ്രോൺസ് നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വപ്നിൽ കുസേൽ ബ്രോൺസ് നേടിയിട്ടുണ്ട്. മെൻസ് ഹോക്കി ടീം എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോൺസ് നേടിയിട്ടുണ്ട്. നീരജ് ചോപ്ര സിൽവർ, ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സിൽവർ മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമാൻ സെഹ്റവാത്ത് റെസ്ലിംഗിൽ ബ്രോൺസ് നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ടോട്ടൽ 6 മെഡൽസ് ആണ് നേടിയത്. ഓക്കെ, 1 സിൽവറും 5 ബ്രോൺസും. അടുത്തതാണ് Aman Sehrawat, who recently won bronze medal at Paris Olympics 2024, is associated with which sports? അമാൻ സെഹ്റവാത്ത് ഏത് സ്പോർട്സിലാണ് മെഡൽ നേടിയിട്ടുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, ഏത് മെഡലാണ്? ബ്രോൺസ് മെഡലാണ്. അത് ഏതിലാണെന്നാണ് ചോദിച്ചത്. ഏതിലാണ്? ബോക്സിംഗ് ആണോ, റെസ്ലിംഗ് ആണോ, ടേബിൾ ടെന്നീസ് ആണോ, ബാഡ്മിൻ്റൺ ആണോ? ഏതിലാണ്? നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. അമാൻ സെഹ്റവാത്ത് റെസ്ലിംഗിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത്. റെസ്ലിംഗ് ഓപ്ഷൻ ബി ആണ് ഇതിന് ആൻസർ വരാം. ഓക്കെ, അപ്പോൾ അമാൻ സെഹ്റവാത്ത് ബ്രോൺസ് ആണ്, പാരീസ് ഒളിമ്പിക്സിൽ റെസ്ലിംഗ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് അമാൻ സെഹ്റവാത്തിൻ്റെ കാര്യം പറയണം അല്ലേ. അത് 2024 പാരീസ് ഒളിമ്പിക്സ് അമാൻ സെഹ്റവാത്ത് ഫ്രം ഇന്ത്യ വോൺ എ ബ്രോൺസ് മെഡൽ ഇൻ ദ മെൻസ് 57 kg അല്ലേ. 57 കിലോഗ്രാം റെസ്ലിംഗിലാണ് അമാൻ സെഹ്റവാത്ത് എന്ത് ചെയ്തത്? ബ്രോൺസ് മെഡൽ നേടിയത്. 2003 ജൂലൈ 16 അദ്ദേഹം ജനിച്ചത് അല്ലേ. മാത്രമല്ല നോക്കിക്കേ, 2021 വേൾഡ് റെസ്ലിംഗ് അണ്ടർ-23 ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലും അതേപോലെ തന്നെ 2022 ഏഷ്യൻ അണ്ടർ-23 ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും നേടിയിട്ടാണ് എവിടേക്ക് എത്തിയത്? ഒളിമ്പിക്സിലേക്ക് എത്തിയത്. ഒളിമ്പിക്സിൽ വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോൺസ് മെഡൽ അദ്ദേഹത്തിന് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി തരാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: റീസെൻ്റ്ലി വിച്ച് ഇന്ത്യൻ റെസ്ലർ ഹാസ് അനൗൺസ്ഡ് ഹെർ റിട്ടയർമെന്റ് ആഫ്റ്റർ ബീങ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ദ ഒളിമ്പിക്സ്? ഒളിമ്പിക്സിൽ ഡിസ്ക്വാളിഫൈ ആയത് കാരണം ഏത് റെസ്ലറാണ്, ഇന്ത്യൻ റെസ്ലറാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അനൗൺസ്മെന്റ് ചെയ്തത്, റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തതെന്ന് ചോദിച്ചത്. ഏതാണ്? അമാൻ സെഹ്റവാത്ത് ആണോ, വിനേഷ് ഫോഗട്ട് ആണോ, നിഷാദ് ദഹായി ആണോ, അൻഷു മാലിക് ആണോ? ഏതായിരുന്നു? നമ്മൾ റീസെൻ്റ് ആയിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അല്ലേ. വിനയ് ഫോഗട്ട് അല്ലേ. ഓപ്ഷൻ ബി വിനേഷ് ഫോഗട്ട് ആണ് നമ്മുടെ ആൻസർ. വിനേഷ് ഫോഗട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒളിമ്പിക്സിൽ ഡിസ്ക്വാളിഫൈ ചെയ്ത കാരണം റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈ ചെയ്തത്? നമുക്ക് നോക്കാം.
വിനേഷ് ഫോഗട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടയർമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം 100 ഗ്രാം, വെറും 100 ഗ്രാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റിൽ കൂടിയത് കാരണം ഡിസ്ക്വാളിഫൈ ചെയ്തു അല്ലേ. 50 kg കാറ്റഗറിയിൽ 100 ഗ്രാം 50.1 എന്ത് ചെയ്തു വന്ന കാരണം വിനേഷ് ഫോഗട്ട് ഡിസ്ക്വാളിഫൈ ആയത് കാരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിത്തന്ന ഒരാളാണ് ആര്, വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിച്ച് കൺട്രി വോൺ ദ ബ്രോൺസ് മെഡൽ ഇൻ ദ ഹോക്കി ഇവന്റ് അറ്റ് ദ പാരീസ് ഒളിമ്പിക്സ്? ഇതെല്ലാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ 6 മെഡലാണ് ഇന്ത്യക്ക് നേടിയത്. ആ 6 മെഡൽ എന്തായാലും നമ്മൾ ഓർത്തിരിക്കണം അല്ലേ. 1 സിൽവർ ആണ്, 5 ബ്രോൺസ് ആണ്. ആ സിൽവർ എന്തിനാണ് നേടിയത്, ആ 5 ബ്രോൺസ് എന്തിനാണ് നേടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദിച്ചാൽ ഹോക്കി ഇവന്റിൽ ബ്രോൺസ് മെഡൽ നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ഇന്ത്യ ആണോ, ചൈന ആണോ, സ്പെയിൻ ആണോ, പാകിസ്ഥാൻ ആണോ? നമ്മുടെ ഇന്ത്യ ആണ് അല്ലേ. നമ്മുടെ ഇന്ത്യ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഹോക്കിയിൽ ബ്രോൺസ് മെഡൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ബ്രോൺസ് മെഡൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് പറയും നമ്മുടെ ഇന്ത്യ അല്ലേ. ഓപ്ഷൻ എ ഇന്ത്യ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇന്ത്യ മെൻസ് ഹോക്കി ടീം വോൺ ബ്രോൺസ് അറ്റ് ദ പാരീസ് 2024 ഒളിമ്പിക്സ് ഡിഫീറ്റിംഗ് സ്പെയിൻ 2-1. അതായത് സ്പെയിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ട് ഹോക്കിയിൽ. ദിസ് വിക്ടറി മാർക്സ് ഇന്ത്യസ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ഒളിമ്പിക് ഹോക്കി മെഡൽ സിൻസ് 1972. 1972 ആദ്യ കോൺസിക്യൂട്ടീവ് വിക്ടറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ മാച്ച് ടുക്ക് പ്ലേസ് അറ്റ് US ദു മാനോർ സ്റ്റേഡിയം അറ്റ് പാരീസ്. പാരീസിലായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത് അല്ലേ. 2024 ഒളിമ്പിക്സ് എവിടെയായിരുന്നു, പാരീസിലായിരുന്നു. പാരീസ് എന്ന് പറഞ്ഞ ഹോക്കിയിലെ സ്പെയിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ബ്രോൺസ് മെഡൽ ഇന്ത്യ നേടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി നീരജ് ചോപ്ര വോൺ വിച്ച് മെഡൽ ഇൻ ദ മെൻസ് ജാവലിൻ ത്രോ ഇവന്റ് അറ്റ് ദ പാരീസ് ഒളിമ്പിക്സ് 2024? 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ഏത് മെഡലാണ് നേടിയത്? ഗോൾഡ് ആണോ, സിൽവർ ആണോ, ബ്രോൺസ് ആണോ, അല്ലെങ്കിൽ ഒരു മെഡൽ നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായിരുന്നു? സിൽവർ ആണല്ലേ. നമുക്ക് ഇന്ത്യയിൽ ഒരു സിൽവർ മാത്രമേ കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളൂ, അത് നീരജ് ചോപ്രയാണ് നേടിത്തന്നത്. ജാവലിൻ ത്രോയിൽ സിൽവർ. 3 ചോദ്യം കൂടെ ഉണ്ട് അല്ലേ. ആരാണ് ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത്? നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഏത് ഇവന്റിലാണ് മെഡൽ നേടിയത്? ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ഏത് മെഡലാണ് നേടിയത്? സിൽവർ. ഈ 3 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ ചോദ്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നീരജ് ചോപ്ര പിന്നെ അറിയാം, നീരജ് ചോപ്ര വോൺ എ സിൽവർ മെഡൽ ഇൻ മെൻസ് ജാവലിൻ ത്രോ അറ്റ് ദ പാരീസ് 2024 ഒളിമ്പിക്സ് with a throw of 89.45 meters. His best of the season, Pakistan's Arshad Nadeem won gold with record-breaking throw of 92.97 meters. അതായത് 1ാം സ്ഥാനം ഗോൾഡ് നേടിയത് പാകിസ്ഥാനിലെ അർഷദ് നദീമാണ്. അതേപോലെ തന്നെ സിൽവർ നേടിയത് ഇന്ത്യയിലെ നീരജ് ചോപ്രയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ ഒരു സിൽവർ മെഡലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, ഹു വോൺ ദ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് സിംഗിൾ ടെന്നീസ് ടൈറ്റിൽ അറ്റ് ദ 2024 പാരീസ് ഒളിമ്പിക്സ്? പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് സിംഗിൾ ടെന്നീസിൽ ആരാണ് ഗോൾഡ് മെഡൽ നേടിയത് എന്നുള്ളതാണ്. ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് സിംഗിൾ ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ജോക്കോവിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ. Novak Djokovic became the 5th tennis player to achieve a golden slam by winning the men's singles gold medal at the 2024 Paris Olympics, defeating Carlos Alcaraz in straight sets. This victory added to his Grand Slam titles at the Australian Open, French Open, Wimbledon and the US Open, placing him alongside legends like Rafael Nadal, Serena Williams, Andre Agassi and Steffi Graf. Djokovic had previously won a bronze medal in the 2008 Beijing Olympics but did not medal in the subsequent Olympics. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിന് ശേഷം 2024 ആര് നേടുന്നത്? ജോക്കോവിച്ച് ഗോൾഡ് മെഡൽ നേടുന്നത്. ഓക്കെ, ബെയ്ജിങ്ങിൽ അദ്ദേഹത്തിന് ബ്രോൺസ് മെഡലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടില്ലേ 2008 മുതൽ 2024 16 കൊല്ലത്തെ കാത്തിരിപ്പാണ് ജോക്കോവിച്ചിന് എന്ത് ചെയ്തത്? 2024 പാരീസ് ഒളിമ്പിക്സിൽ മെൻസ് ടെന്നീസ് പ്ലെയറിൽ എന്ത് ചെയ്തത്? ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ മെയിനായിട്ട്. ഇത്ര നല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ വരാണ്. അതിൽ പാർട്ട് 1 മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അത് ഈ 2024 പാരീസ് ഒളിമ്പിക്സ് മാത്രം. പാരീസ് ഒളിമ്പിക്സ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 2024 സ്പോർട്സിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരിയിലാണ് നമ്മുടെ സെറ്റ് എക്സാം വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ കാണാം. അതേപോലെ തന്നെ ഐഫർ നിങ്ങൾക്ക് പേപ്പർ 1 ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.